ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ നാലമ്പല ദർശനത്തിനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പോയത് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. രാവിലെ തന്നെ നമ്മൾ അവിടെ എത്തി. ഞാനിയൊക്കെ ഇതാ ഉറക്കത്തുനിന്ന് എണീറ്റ് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മുടെ കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രം. ആളുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് പേര് മാത്രമുള്ള വണ്ടിയാണ് നമ്മൾ വിട്ടത്. ഇത് അതിന് ചുറ്റുമുള്ള സ്ഥലമാണ്. നടപ്പന്തലായിട്ട് ഷീറ്റ് മേഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. വീഡിയോ എടുക്കുന്നതെന്ന് അറിയുന്നില്ല, ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പം ഇത് അമ്മയും അമ്മയുടെ ഫ്രണ്ടുമാണ്. ഇവർ രണ്ടുപേരും അമ്മയുടെ ഫ്രണ്ടാണ്. നമ്മളോടൊപ്പം യാത്രയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. നാലമ്പല ദർശനത്തിൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. അവിടെ ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വളയും മാലയും കമ്മലും അങ്ങനെ ധാരാളം കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ പോണ വഴിയിലെല്ലാം ടാർപ്പ മേഞ്ഞിരുന്നേ. ഇത് ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. നല്ല മഴയായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഇതുപോലെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു പൂജാ മണ്ഡപം വച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറി. എല്ലാവരും ബസ്സിലിരി. ഞാൻ ഫോണിൽ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണേ. എന്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് പോവുകയാണ്. നല്ല മഴയും ഇടയ്ക്കിടയ്ക്ക് വെയിലും വന്നു പോകുന്നുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ കോട്ടയം ജില്ലയിലാണ് നമ്മൾ പോയത്. അവിടെ ഓറഞ്ച് അലർട്ടായിരുന്നേ. നല്ല മഴയും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വെയിലും അടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ബസ്സിലൊക്കെ ഉള്ള ആൾക്കാരാണ്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. വെറും 25 പേര് കൊള്ളുന്ന ഒരു ചെറിയൊരു വണ്ടിയിലാണ് നമ്മൾ പോയിട്ടുള്ളത്. യാത്രയൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഇതാണ് ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. നല്ല മഴ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ തുടങ്ങി. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വണ്ടി ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറാൻ പറ്റാത്തത്ര നല്ല മഴയുണ്ടായിരുന്നു. മാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ്. നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ മഴയൊക്കെ തോന്നുന്നു. നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നേ. ഇപ്പം എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ചായയും വെള്ളവും ഒക്കെ കുടിക്കുന്നുണ്ട്. ഇതെല്ലാം അതിനകത്തുള്ള ഓരോ കാഴ്ചകളാണ്. ഓരോരോ പ്രതിമകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയത് പന്തളത്തായിരുന്നു. ഇതവിടുത്തെ അച്ചൻകോവിൽ ആറാണ്. നല്ല ഒഴുക്കായിരുന്നേ. ഇതാണ് കൊച്ചു കോയിക്കൽ തേവാരപ്പുര. അതായത് നമ്മുടെ അയ്യപ്പനൊക്കെ വന്ന് പഠിച്ചിരുന്ന സ്ഥലമാണ് ഇത്. ഈ റോസ് ചുരിദാറിട്ട എൻ്റെ അപ്പച്ചി, മറ്റേത് അപ്പാമ്മയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മളെ പിള്ളേർ സെറ്റെല്ലാം നല്ല ഹാപ്പിയിലാണ്. നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ എന്തായാലും യാത്ര അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയിൽ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് തന്നെയാണ് തിരിച്ച് വീട്ടിലെത്തിയത്.